ബോക്സ് ഓഫ് ഹാപ്പിനെസ് എന്ന ഒരു സീരീസിന് ശേഷം ഞാൻ പുതിയൊരു സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ബുക്ക് പ്രൊവോക്കിംഗ് തോട്ട്സ്, പുസ്തകങ്ങൾ ചിന്തകളെ ഉദ്ദീപിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കുറച്ചൊരു ബുക്ക് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നോവൽസാണ് കൂടുതലും. ഞാൻ ഈ വായിച്ചിരിക്കുന്ന ബുക്കുകളിൽ നിന്നും എനിക്ക് കിട്ടിയ കുറേ ഐഡിയ ആൻഡ് ഈ പറയുന്ന ബുക്ക് ഒക്കെ എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് വന്നു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഥ, അങ്ങനെ എൻ്റെ കയ്യിലുള്ള ബുക്സിനെ പറ്റിയുള്ള എൻ്റെ തോട്ട്സ് പ്രൊവോക്കഡ് ആയിട്ടുള്ളതൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെങ്ങനെയാണ് തോട്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, അത് നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഒരു ഇൻട്രൊഡ്യൂസിങ് ബുക്ക് തന്നെയാണ് ആക്ച്വലി, പക്ഷേ അവിടെ നമ്മൾ അതിനെപ്പറ്റിയും അതിനുള്ളിലുള്ളതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. സോ അതാണ്, അങ്ങനെയാണ് നമ്മുടെ ബുക്ക് പ്രൊവോക്കിംഗ് തോട്ട്സ് എന്ന് പറഞ്ഞ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്. സോ ഇതാണ് എൻ്റെ ബുക്ക് ഷെൽഫ്. ഇതിൽ ഇതാ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇനി വായിക്കാനുള്ളവരാണ്. ഇതോട് വായിച്ചു കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഇദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായി റിവ്യൂവിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പുസ്തകം, രവീന്ദ്ര സിംഗിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈൻ നൗ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അപ്പോൾ ഇത് കിട്ടിയതാണ് ഞാൻ ആദ്യം പറയാം. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് വൈകിട്ട് ഞായറാഴ്ച സൺഡേ വൈകിട്ട് അവിടേക്ക് ട്രെയിനിന് പോകുമായിരുന്നു രാത്രിയിൽ. അപ്പോൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നേരത്തെയും കാണുന്നുണ്ടായിരുന്നു. അതായത് ഈ ബുക്ക് കയ്യിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ട്രെയിനിൽ ഈ ബുക്ക് വിൽക്കുന്ന ചേട്ടനെ കാണാനുണ്ടായിരുന്നു, ബുക്ക് വിൽപ്പനയൊക്കെ ആയിട്ട്. പക്ഷെ അപ്പോഴൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. ഞാൻ അത്ര നാൾ ചിന്തിച്ചിട്ടുള്ളൂ യാത്ര പോകുമ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കടകളിലോ അങ്ങനെ പോയി അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉള്ളൂ. യാത്രയിൽ ഒരു ബുക്ക് വാങ്ങിച്ചാലോ എന്ന് പെട്ടെന്ന് തോന്നി. അങ്ങനെ തോന്നി വാങ്ങിച്ച ബുക്കാണിത്. ഏകദേശം ഞാൻ കൊല്ലമാണോ ചെങ്ങന്നൂരാണോ എന്നറിയത്തില്ല, അവിടെ എവിടെയോ എത്തി. ഒരു 2 മണിക്കൂർ എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്ന ഒരു സമയം ആകാൻ 2 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് എനിക്ക് ഈ പുസ്തകം കൈ കിട്ടുന്നത്. അപ്പോൾ ആ ടൈം തൊട്ട് ഞാൻ വായിച്ചു. കംപ്ലീറ്റ്ലി ഇത് വായിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു ട്രെയിൻ വെച്ചായിരുന്നു, പക്ഷേ സമയം നമുക്ക് തികഞ്ഞില്ല. പിന്നെ ഹോസ്റ്റലിലായിരുന്നപ്പോഴും പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും ഒക്കെ ഫ്രീ ടൈം കിട്ടിയപ്പോഴെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ആവണമെന്നില്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കങ്ങനെ ഉറക്കം കൊല്ലി ഒരു പുസ്തകം എന്ന് അറിയില്ല. അതുപോലെ നമ്മളിങ്ങനെ എപ്പോഴും വായിക്കുന്ന അടുത്ത ചാപ്റ്റർ എന്തായിരിക്കും സംഭവിക്കുന്നത്, അങ്ങനെ ഒരു ത്രില്ലിംഗ് മൈൻഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണിത്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിക്ഷൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൊമാൻസ്, ട്രാജഡി, പിന്നെ അതുപോലെ തന്നെ ഒരു സസ്പെൻസ്, ഒരു ത്രില്ലർ ഫീലിംഗ് ഒക്കെ അങ്ങനെയൊക്കെ തോന്നുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഡെലിലു ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റൊമാൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻസാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പറയുന്ന പുസ്തകം ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നു. അല്ലാത്തൊരു ഇത് വായിക്കുമ്പോൾ മേ ബി ഡബിൾ പോകും. ഓക്കെ. സോ അപ്പോൾ അതാണ് എനിക്ക് പുസ്തകത്തെ പറ്റിയുള്ളൊരു റിവ്യൂ പറയാൻ. വായിച്ചിരിക്കുക. ഈ പറയുന്ന ബുക്കിൻ്റെ ഒരു ഏകദേശം ഒരു ഇൻട്രഡക്ഷൻ പോലെ തരാം. നമ്മുടെ രവീന്ദ്ര സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേറെ 3 ബുക്കും കൂടി ഉണ്ട്. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി, ക്യാൻ ലവ് ഹാപ്പൻ ട്വൈസ്, ലൈക്ക് ഇറ്റ് ഹാപ്പൻ യെസ്റ്റർഡേ. സോ ഇതിലേതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. ഞാനിത് മാത്രമാണ് വായിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ബാക്കിയുള്ളതെന്ന് അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഏരിയയാണ്. അദ്ദേഹം ഓഡീഷനാണ്. ഡൽഹി പബ്ലിക്കേഷൻസ് വന്നത് പെൻഗിൻ റാൻഡം ഹൗസ് കമ്പനിയാണ്. പെൻഗിൻ മെട്രോ റീഡ്സ് അതാണ് പബ്ലിഷ് ചെയ്യുന്നത്. പെൻഗിൻ ഗ്രൂപ്പാണ് ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. 2014 ഇറങ്ങിയതാണെന്ന് വിചാരിക്കുന്നു, അങ്ങനത്തെ കണക്കൊക്കെ വെച്ചിട്ട്. ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കഥയാണ് ഇതിൽ പറയുന്നത്. സോ രൂപാലി അർജുനുമാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ.